പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ശീലം മാറ്റണമെന്ന് നമുക്ക് തോന്നാറുമുണ്ട്. പക്ഷെ ഒരു തുടക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. മടി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില സിമ്പിൾ ട്രിക്സ് നമുക്കിന്ന് നോക്കാം. സത്യത്തിൽ മടി ഒരു മാറാ രോഗമൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിത രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ്. മടി മാറ്റാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മടി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇല്ലാത്തത്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മുടെ തലച്ചോറിനും മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ത് ചെയ്യാനും മടി വരും. പരാജയം, വിമർശനം ഇതൊക്കെ നേരിടാനുള്ള ഒരു പേടി. സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരിക്കാനാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നോക്കുക. ഇത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. ചെയ്യാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തോറ്റുപോവുമോ, തോറ്റാൽ ആളുകൾ എന്തൊക്കെ പറയും എന്നൊക്കെയുള്ള ഒരു പേടി നമുക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ പേടിക്കുമ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ളൊരു സേഫ് മോഡിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറും. അപ്പോൾ ആ കാര്യം നമ്മൾ മാറ്റിവെക്കും. ക്ഷീണം, പല പല ആരോഗ്യ പ്രശ്നങ്ങൾ, തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി, ഉറക്കം ശരിയാവാത്തത്, വിശ്രമമില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ എനർജി ലെവൽ പലപ്പോഴും ലോ ആയി മാറും. അങ്ങനെയാണെങ്കിൽ അത് മടി ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾ. ഈ സിലബസ് മുഴുവൻ ഒരാഴ്ച കൊണ്ട് പഠിക്കണം, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് 10 കിലോ ഭാരം കുറയ്ക്കണം, ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് പേടിച്ച് മടുത്തു പോകും. ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഞാൻ നേടും, എങ്ങനെ തുടങ്ങും എന്നൊക്കെ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ മടി പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ വേസ്റ്റ് ആക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സന്തോഷം കിട്ടുന്ന ചീപ്പ് ഡോപ്പമൈൻ കിട്ടുമ്പോൾ കൂടുതൽ പ്രയാസമുള്ള ജോലികൾ ചെയ്യുന്നത് പിന്നത്തേക്ക് മാറ്റി വെക്കാനായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും മെച്ചപ്പെടുത്തുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും നമുക്ക്. അതും മടിയുടെ ഒരു കാരണമാണ്. മടി മാറ്റാൻ നമുക്ക് വേണ്ടത് ആക്ഷൻ തന്നെയാണ്. മടി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന 7 ചെറിയ ആക്ഷൻസ് നമുക്ക് നോക്കാം. 1. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. വലിയ ലക്ഷ്യങ്ങളുടെ ഒരു ഭാരം നമുക്ക് ഒഴിവാക്കാം. ഒരു ജോലി തുടങ്ങാനായിട്ട് 2 മിനിറ്റോ അതിൽ കുറവോ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് ഉടൻ ചെയ്യുക. വലിയ ജോലികൾ നമുക്ക് ഇത്തരം ചെറിയ ഭാഗങ്ങളായിട്ട് മാറ്റി ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, വീട് വൃത്തിയാക്കണം എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ചുവട് തൽക്കാലം ഈ മേശ ഇപ്പോൾ വൃത്തിയാക്കാം എന്നുള്ളതാണ്. ഈ സിലബസ് മുഴുവൻ പഠിക്കണം എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ പാരഗ്രാഫ് പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഈ പാഠം മാത്രം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തുടരാനായിട്ട് എളുപ്പമാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനാണ് പലപ്പോഴും നമുക്ക് മടി വരുന്നതും. സ്മാർട്ട് ഗോളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്മാർട്ട് ഗോളുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ വ്യക്തവും അളക്കാവുന്നതും നടപ്പാക്കാൻ പറ്റുന്നതും പ്രസക്തവും സമയബന്ധിതവുമായിരിക്കണം. ഉദാഹരണത്തിന്, ഫിറ്റ്നസ് നേടണം എന്ന് വെറുതെ പറയുന്നതിന് പകരം അടുത്ത 3 മാസത്തിനുള്ളിൽ 5 കിലോ വെയിറ്റ് കുറയ്ക്കണം, അതിനായി ആഴ്ചയിൽ 4 ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുമെന്ന് സെറ്റ് ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഗോളാണ്. ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മടിക്ക് അധികകാലം നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മടിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് മടി മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് ഫോൺ സൈലന്റ് മോഡിൽ വെക്കുക, അല്ലെങ്കിൽ വേറൊരു മുറിയിൽ വെക്കുക. സോഷ്യൽ മീഡിയ ബ്ലോക്കർ ആപ്പുകൾ ഉപയോഗിക്കാം. ജോലി ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി മേശപ്പുറത്ത് തന്നെ സെറ്റ് ചെയ്യുക. സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ അതിനായിട്ട് സെറ്റ് ചെയ്യുക. കുടിവെള്ളം അടക്കമുള്ള സാധനങ്ങൾ ആവശ്യത്തിന് ഒരുക്കിയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുക. വായിക്കാനായിട്ടൊരു പുസ്തകം, പ്ലാനിങ്ങിനായിട്ടൊരു നോട്ട് പുസ്തകവും പേനയും ഇതൊക്കെ മേശപ്പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ വെക്കുക. നമുക്ക് എന്തെങ്കിലും കുറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ പേപ്പറും പേനയും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട ശീലങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനം എടുക്കാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റ് വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കും. ഉറങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് ഒരു പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കും. ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് സമയം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ എനർജി കൈകാര്യം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എനർജി ഇല്ലാത്തതാണ് മടിയുടെ ഒരു പ്രധാന കാരണം എന്ന് നേരത്തെ പറഞ്ഞു. നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാണെങ്കിൽ അത് പ്രവർത്തനത്തിനായിട്ട് എപ്പോഴും ഉഷാറായിട്ടിരിക്കും.
ആ ഉന്മേഷം കിട്ടാനായിട്ട് നമ്മുടെ ഉറക്കം, ഭക്ഷണം, ഹൈഡ്രേഷൻ, വ്യായാമം ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 7-8 മണിക്കൂറുള്ള ഉറക്കം, നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്ന നല്ല ഭക്ഷണം, ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ നമ്മുടെ എനർജി നിലനിർത്താനായിട്ട് സഹായിക്കും. മടി ഒരു ഹാബിറ്റ് പോലെയാണ്. അതിനെ മാറ്റാൻ പറ്റുന്ന മറ്റൊരു ശീലമാണ് കൃത്യമായിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ അന്ന് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി വെക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ആദ്യത്തെ 90 മിനിറ്റിൽ തന്നെ ചെയ്യുക. ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ടാസ്ക് പൂർണ്ണമാവുന്നത് നമ്മുടെ എനർജി ഒരുപാട് കൂട്ടും. ഒരു ഡയറി ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി എഴുതി വെക്കുക. ഈ പ്രോഗ്രസ് എന്നും കാണുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ കോൺഫിഡൻസും ഒരുപാട് കൂടും. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം പരാജയങ്ങളെ ഒരു പാഠമായിട്ട് കാണുക എന്നുള്ളതാണ്. പരാജയങ്ങൾ നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ പ്ലാൻ പരാജയപ്പെട്ടു എന്ന് വരാം, പക്ഷെ അടുത്ത ദിവസം വീണ്ടും പുതിയതായിട്ട് ശ്രമിക്കുക. പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മടി മാറ്റാനായിട്ട് നമുക്ക് ഈ നിമിഷം തന്നെ തുടങ്ങാനായിട്ട് പറ്റും. ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ നമ്മൾ മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു ചെറിയ ജോലി തിരഞ്ഞെടുക്കുക. അത് ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചു തുടങ്ങുന്നതാവും, ഒരു പ്രോജക്റ്റ് എഴുതി തുടങ്ങുന്നതാവും, ബുദ്ധിമുട്ടുള്ള ഒരു പാഠം പഠിച്ചു തുടങ്ങുന്നതാവും, ഒരു ഹോബി ചെയ്തു തുടങ്ങുന്നതാവും. അങ്ങനെ പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ച എന്ത് കാര്യമാവും അത് ചെയ്യാനായിട്ട് തുടങ്ങുക. മടി മാറ്റാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.